ഗൈസ്, ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കാണും. നാട്ടിൽ ഇപ്പോൾ പല ഏജൻസികളും 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്ക് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് വിത്ത് സ്പോൺസർഷിപ്പ് എടുത്ത് തരുന്നുണ്ട്. ശരിക്കും അതിനുള്ള വെറുത്തിട്ടാണോ ഇത്? എന്താണ് ശരിക്കും ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്? ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. 1 ഇയർ ജർമ്മനിയിൽ വന്ന് നിന്ന് ജോബ് നോക്കാനുള്ള ഒരവസരം. ഈ വന്ന് നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി വീക്കിലി 20 hours ഒരു സ്റ്റുഡന്റിനെ പോലെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും എലിജിബിൾ ആണോ? ഇതിനൊരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ട്, കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്നവരാണ് ശരിക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. ഈ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനും VFS അപ്ലൈ ചെയ്യാനൊക്കെയാണ് നിങ്ങൾ ഏജൻസിനെ സമീപിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4-5 ലക്ഷം രൂപ കൊടുക്കുന്നത് വന്നിട്ടാണോ എന്ന് നിങ്ങൾ വീണ്ടും റീതിങ്ക് ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ സ്റ്റുഡന്റ് ആയിട്ടും ഡിപ്പെൻഡന്റ് ആയിട്ടും മറ്റ് പല വിസകളിൽ നിൽക്കുന്നവരും ലാംഗ്വേജ് ഇല്ലാതെ ഒരു ജോബ് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ഇല്ലാത്ത ഒരു ജോബ് ഓഫർ ഇല്ലാതെ ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്ത് ഇവിടെ വന്ന് 1 വർഷം നിന്ന് കഴിഞ്ഞാൽ ജോബ് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതല്ലേ. ഈ സ്ക്രീനിൽ കാണുന്ന ജോബ് കാറ്റഗറിയിലൊക്കെയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നാലും നിങ്ങൾക്ക് ജോലി സാധ്യത ഉള്ളത്. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വിസ കൺവേർട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം 4-5 ലക്ഷം രൂപ കൊണ്ട് ഇതിൽ കളയാൻ. അന്ന് എല്ലാവരും ഒന്നും ജോബ് ഓപ്പർച്യൂണിറ്റി കാർഡിൽ രക്ഷപ്പെടില്ല കേട്ടോ.